ഹലോ ഗൈസ്, നമുക്കിന്ന് അച്ചിങ്ങയും ചീരയും ഒന്നിച്ച് എങ്ങനെ കറി വെക്കാമെന്ന് നോക്കാം, ഒലത്തി വെക്കാമെന്ന് നോക്കാം. വരൂ കൂട്ടുകാരെ, എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. കമോൺ, എല്ലാവരും വരും. നമുക്ക് ചീരയും അച്ചിങ്ങയും എങ്ങനെ ഒലത്തിയെടുക്കാമെന്ന് നോക്കാം. ഇതാണ് ചീരയും അച്ചിങ്ങയും. ഇത് രണ്ടും നമുക്ക് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ചെറിയ ചെറിയ പീസുകളായിട്ട് അരിയണം, ചെറുതായിട്ട്. നന്നായിട്ട് അരിയണം കേട്ടോ, നല്ല ഭംഗിയായിട്ട്. ചെറുതായിട്ട് അരിഞ്ഞാൽ മതി. അതിൻ്റെ തണ്ടിനൊക്കെ വണ്ണം കൂടുതലാണ്, അപ്പം തണ്ടൊക്കെ ചെറുതായി അരിഞ്ഞാൽ മതി. നന്നായിട്ട് കഴുകി മാറ്റുക. നല്ല കളർഫുള്ളാണ് ചീര. വെജിറ്റബിളിൻ്റെ കൂടെ കൂട്ടുമ്പോൾ അതിൻ്റെ കളറിൽ ബീട്രൂട്ട് കൂട്ടുന്ന പോലെ ഇരിക്കും. ചീര ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ ഇല ആദ്യം വേറെ മാറ്റി വെക്കണം. എന്നുവെച്ചാൽ ഇലയുടെ വേവ് വേറെയാണ്, തണ്ടിൻ്റെ വേവ് വേറെയാണ്. അപ്പം നമ്മൾ ആദ്യം ഇല ആദ്യം മാറ്റി വെക്കണം. എന്താ അങ്ങനെ മാറ്റി വെക്കണം. തണ്ട് വേറെ ഇല വേറെ ഇട്ട് മാറ്റി മാറ്റി വെക്കണം. അടുത്തത് നമുക്ക് അച്ചിങ്ങ അരിഞ്ഞെടുക്കാം. ഞാൻ ഒടിച്ചല്ല അരിഞ്ഞെടുക്കുകയാണ് ചെയ്യാറ്. ഒടിച്ചെടുക്കേണ്ട ആളുകൾ അങ്ങനെ ചെയ്യാം കേട്ടോ.
നമുക്കിത് നന്നായി കഴുകിയെടുക്കാം. ചീരയുടെ തണ്ടും അച്ചിങ്ങ അരിഞ്ഞതും ഇത് ഇല വേറെ പാത്രത്തിലെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സവാള മറ്റ് സാധനങ്ങളൊക്കെ എടുക്കാം. ചീരയും അച്ചിങ്ങയും ചേർത്ത് എടുത്തിരിക്കുന്നതാണ്. അച്ചിങ്ങയും ചീരയുടെ തണ്ടും, പിന്നെ ചീരയുടെ ഇല വേറെ ഇട്ടാണ് എടുത്തിരിക്കുന്നത്. തേങ്ങ ചിരവിയത്, സവാള അരിഞ്ഞത്, വേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, വെളിച്ചെണ്ണ, പിന്നെ ഉപ്പും കൂടി ചേർത്താൽ മതി. ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിലേക്ക് വേണ്ടത്. നമുക്കിനി ഇത് കുക്ക് ചെയ്യാൻ തുടങ്ങാം. ചട്ടി ചൂടായിട്ട് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സവാള, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി ഇത്രയും കൂടി ചേർക്കാം. നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് അത് മൊരിച്ചെടുക്കാം നമുക്ക്. സവാള നന്നായിട്ട് മൂക്കട്ടെ കേട്ടോ. കുറച്ചും കൂടി നന്നായിട്ട് വാടട്ടെ. അപ്പോഴാണ് അതിൻ്റെ ഒരു കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുള്ളൂ. പച്ചന് ഒന്ന് വാട്ടിയും ചേർക്കാം. എല്ലാം കൂടി ആദ്യമേ തന്നെ എല്ലാം കൂടി മിക്സ് ചെയ്തും ചെയ്യും. പക്ഷെ ഒന്ന് വാടിയിട്ട് വെക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയാണ്. നന്നായി മൂത്ത് വരുന്നുണ്ട്. ഇനി പെട്ടെന്നങ്ങ് മൊരിഞ്ഞു. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെക്കാം. ഇതുപോലെ ബ്രൗൺ കളറായി വരുമ്പോൾ തന്നെ നമ്മൾ തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. പുറത്ത് നല്ല മഴയുള്ളതുകൊണ്ട് ക്ലിയറാണോ ഓഡിയോ എന്ന് അറിയില്ല. കണ്ട നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതങ്ങ് ചേർത്ത് കൊടുക്കാം. എങ്ങനെ വെച്ചാൽ രുചിയാണ്. ചേരേണ്ട സാധനങ്ങൾ മാത്രം ചേരണമെന്ന് മാത്രം. നന്നായിട്ട് മൊരിഞ്ഞാലും മൊരിയാതെ വെച്ചാലും, മൊരിയാതെ വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു മധുരിപ്പുണ്ടാവും. ഇടയ്ക്ക് ചേഞ്ചിന് ഇച്ചിരി ഇടയ്ക്ക് മധുരിപ്പയില വെക്കാം, ഇടയ്ക്ക് മൊരിച്ചൊക്കെ വെക്കാം. മാറി മാറി ചെയ്യാം. ഇപ്പം മുളകൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പീര ചേർത്ത് കൊടുക്കാം.
തേങ്ങ അത്യാവശ്യം നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അച്ചിങ്ങ കട്ട് ചെയ്തതും ചീരയുടെ തണ്ടും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. നല്ല ഭംഗിയില്ലേ, പച്ചയും വയലറ്റും ചേർന്നിട്ട് അല്ലേ? മജന്തയാണോ? വയലറ്റല്ല, മജന്ത അല്ലേ? നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി അത് അങ്ങനെ ഇരുന്നൊന്ന് ആവിയിലിരുന്ന് വേവട്ടെ. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഇങ്ങനെ മറിച്ച് ഇളക്കി കൊടുക്കാം. എല്ലാ ഭാഗവും ഒരുപോലെ വേവാനാണ്. കണ്ടോ? ഇങ്ങനെ തന്നെയാണെങ്കിലും ഒലത്താം. ഇല സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ട് പിന്നീട് ഒലത്തണമെങ്കിലും അങ്ങനെയും ഒലത്താം കേട്ടോ. അപ്പോൾ ഇങ്ങനെ മാത്രം മതിയെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഇല വേറെ ഒരു അവസരത്തിൽ പീരയൊക്കെ ഇട്ട് കൂടുതൽ ഔഷധങ്ങളും ബ്ലഡ് കുറവുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇല മാത്രം സെപ്പറേറ്റ് മാറ്റിയിട്ട് അവർക്കായിട്ട് ഒലത്തി കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കുവാണ്, മാറ്റി വെക്കുന്നില്ല. അല്ല, അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞതാണ്. ഓക്കെ, നമ്മൾ ആ ഇലകൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് പൊന്ത് പോലെ ഇരിക്കണത് ഇപ്പം തന്നെ അതങ്ങ് ചൂട് കൊള്ളുമ്പോൾ തന്നെ അത് തളർന്ന് താന്നോളും. ഇതുപോലെ വീണ്ടും തട്ടിപ്പൊത്തി വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം കേട്ടോ. കണ്ടോ, ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ചൂടോടെ ഉപയോഗിക്കാം. കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത്രയും കറക്റ്റ് വേവായിട്ടുണ്ട്. ഓക്കെ, എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. സപ്പോർട്ട് ചെയ്യണേ. എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും നന്ദി.